അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവപിതാവിൻ്റെ ഹിതത്തിനു മുൻപിൽ തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേണ്ടെന്ന് വെച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ച പരിശുദ്ധ കന്യകയുടെ സമർപ്പണം ദിവ്യരക്ഷകന്റെ വരവിനുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു. കാലികൾക്ക് മധ്യേ മാലാഖമാരുടെ അകമ്പടിയോടെ നക്ഷത്ര ശോഭയാൽ പ്രഭാപൂരിതനായി ദിവ്യോണ്ണി ഭൂജാതനായി. മഞ്ഞിൽ വിരിഞ്ഞ പുണ്യ നക്ഷത്രം, മാനവകുലത്തിന് ലഭിച്ച നിത്യസമ്മാനം. ദിവ്യരക്ഷകൻ നമ്മെ തേടി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് എത്തുന്നത് പോലെ നാമും ഇറങ്ങണം നമ്മുടെ കൂടപ്പിറപ്പുകളിലേക്ക്. കരയുന്നവർക്ക് ആശ്വാസമായി, അനാഥർക്ക് ആലംബമായി, കഷ്ടത അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി, പാപച്ചീറ്റിൽ കഴിയുന്നവർക്ക് രക്ഷയിലേക്കുള്ള കൈത്താങ്ങായി നമ്മൾ മാറണം. സദ്വാർത്തി അറിഞ്ഞ് ദിവ്യരക്ഷകനെ നേരിൽ കണ്ട് ആരാധിച്ച ആട്ടിടയന്മാരെ പോലെ വിദൂരങ്ങളിൽ നിന്ന് വന്ന് രക്ഷകനെ താണുവണങ്ങി തങ്ങളുടെ ജീവിതത്തിന് പുതിയ അർത്ഥം കണ്ടെത്തിയ പൂജ്യരാജാക്കന്മാരെ പോലെ ദിവ്യരക്ഷകന്റെ ദിവ്യപ്രഭ ഏറ്റുവാങ്ങി നമുക്കും ഉണർവുള്ളവരാകാം, ജീവിതത്തെ ധന്യമാക്കി തീർക്കാം. ആമേൻ.